കുറഞ്ഞ വിലയിൽ ജർമ്മൻ കരുത്തും സുരക്ഷയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വാഹന പ്രേമികൾക്കുള്ള ഒരു വാർത്തയുമായാണ് ഫോക്സ് വാഗൺ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും ജനപ്രീതിയുള്ള കോമ്പാക്ട് SUV സെഗ്മെന്റിലേക്ക് തങ്ങളുടെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള മോഡൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി. 2027 പകുതിയോടെ ഈ പുത്തൻ SUV ഇന്ത്യൻ നിരത്തുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫോക്സ് വാഗൺ ഗ്രൂപ്പിന്റെ ഭാഗമായ ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡ് സ്കോഡ അടുത്തിടെ പുറത്തിറക്കിയ കൈലാക് കോമ്പാക്ട് SUVയുടെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും പുതിയ ഫോക്സ് വാഗൺ കാറും നിർമ്മിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സ്കോഡ, ഫോക്സ് വാഗൺ എന്നിവ പ്ലാറ്റ്ഫോമുകളും എഞ്ചിനുകളും പങ്കിടുന്ന രീതി ഇതിനു മുൻപ് കുഷാക്, ടൈഗോൺ SUV മോഡലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ മാതൃകയിൽ തന്നെയായിരിക്കും ഈ പുതിയ ബജറ്റ് SUV വിപണിയിലെത്തുക. നിലവിൽ സ്കോഡ കൈലാക്കിന്റെ പ്രാരംഭ എക്സ്ഷോറൂം വില 7.59 ലക്ഷം രൂപയാണ്. ഏകദേശം ഇതേ വില നിലവാരത്തിൽ തന്നെയായിരിക്കും ഫോക്സ് വാഗണും പുതിയ SUV അവതരിപ്പിക്കുക. ഇതോടെ കമ്പനിയുടെ ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ കാറായി ഇത് മാറും. നിലവിൽ വിപണിയിലുള്ള പല പ്രമുഖ ബ്രാൻഡുകളെയും അപേക്ഷിച്ച് ജർമ്മൻ സാങ്കേതിക വിദ്യ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്നു എന്നതാണ് മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യൻ വിപണിയിൽ മാരുതി സുസുക്കി ബ്രസിയായിരിക്കും വിപണിയിലെ കാറിന്റെ പ്രധാന എതിരാളി. 8.26 ലക്ഷം രൂപയാണ് ബ്രസിയുടെ പ്രാരംഭ വില. അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഫോക്സ് വാഗൺ മോഡൽ വിപണിയിൽ എത്തുമ്പോൾ എന്താകുമെന്ന് ഇനി കണ്ടറിയണം. ടാറ്റ നെക്സോൺ, ഹ്യുണ്ടായ് വെന്യൂ, കിയ സോനറ്റ്, മഹീന്ദ്ര XUV3 X തുടങ്ങിയ സെഗ്മെന്റിലെ മറ്റ് പ്രധാനപ്പെട്ട മോഡലുകൾക്കും ഈ പുത്തൻ SUV കടുത്ത വെല്ലുവിളി ഉയർത്തും. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് കുടുംബങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഫോക്സ് വാഗൺ ഈ ഒരു നീക്കം നടത്തുന്നത്. സാധാരണയായി ഉയർന്ന വിലയുള്ള വാഹനങ്ങൾ മാത്രം അവതരിപ്പിക്കുന്ന കമ്പനി ബജറ്റ് സെഗ്മെന്റിലേക്ക് ഇറങ്ങുന്നത് വാഹന വിപണിയിൽ വലിയ അട്ടിമറികൾക്ക് കാരണമാകും. പ്രീമിയം ലുക്കും കരുത്തുറ്റ ബോഡി ഘടനയും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നത് ഉപഭോക്താക്കളെ ഈ ഒരു മോഡലിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. സാങ്കേതിക വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ MQB A0 ഇൻ പ്ലാറ്റ്ഫോമിലായിരിക്കും വാഹനത്തിന്റെ നിർമ്മാണം. 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും SUVക്ക് കരുത്ത് പകരുക. ഇതേ എഞ്ചിൻ തന്നെയാണ് നിലവിൽ സ്കോഡ കൈലാക്കിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. പെർഫോമൻസും വിശ്വാസ്യതയും ഒന്നിക്കുന്ന ഈ ഒരു മോഡൽ സിറ്റി, ഹൈവേ ഡ്രൈവുകൾക്ക് ഒരുപോലെ അനുയോജ്യമാണ്. സുരക്ഷയുടെ കാര്യത്തിലും ഫോക്സ് വാഗൺ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് സൂചന. സ്കോഡ കൈലാക്കിൽ നൽകിയിട്ടുള്ള ആധുനിക സുരക്ഷാ ക്രമീകരണങ്ങളും ഫീച്ചറുകളും ഈ പുതിയ വാഹനത്തിലും പ്രതീക്ഷിക്കാം. കൈലാക്കിൽ നിന്ന് വ്യത്യസ്തമായ എക്സ്റ്റീരിയർ ഡിസൈനും ഇന്റീരിയർ ലേഔട്ടും നൽകി പുതിയ മോഡലിന് ഒരു പുതിയ ഐഡന്റിറ്റി നൽകാനായിരിക്കും കമ്പനി ശ്രമിക്കുക. 2027 പുറത്തിറങ്ങുന്ന ഈ ഒരു വാഹനം ഫോക്സ് വാഗൺ ഇന്ത്യയുടെ ഭാവി പദ്ധതികളിൽ നിർണായകമാണ്. എന്തായാലും ലോകോത്തര നിലവാരമുള്ള വാഹനങ്ങൾ താങ്ങാനാവുന്ന വിലയിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത്. വാഹനത്തിന്റെ കൃത്യമായ പേരോ മറ്റ് വിശദാംശങ്ങളോ കമ്പനി ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഫോക്സ് വാഗണിന്റെ കുഞ്ഞൻ SUV ഇതിനോടകം തന്നെ വാഹന ലോകത്ത് ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്.